നമ്മൾ ഈ കോഴ്സിന്റെ 5ാമത്തെ ലെസണിലെത്തി നിൽക്കുക അല്ലേ. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ കഴിഞ്ഞ 4 ക്ലാസ്സസിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് ഞാനിവിടെ മലയാളത്തിൽ കുറച്ച് സെന്റൻസസ് കാണിക്കാം. ഓരോ സെന്റൻസും കാണിച്ചു കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ആ വീഡിയോ ഒന്ന് പോസ് ചെയ്യണം, അതൊന്ന് നിർത്തണം. എന്നിട്ട് നിങ്ങൾ തനിയെ ആ സെന്റൻസ് ഒന്നില്ലെങ്കിൽ പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കൂ. എന്നിട്ട് ഞാൻ ആ സെന്റൻസ് ഇംഗ്ലീഷിൽ കാണിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ടുണ്ടോ എന്ന്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മളിന്ന് കുറച്ച് പുതിയ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, എനിക്ക് വേണം എന്ന് പറയാൻ നമ്മൾ ഐ വോണ്ട് എന്ന് പറയും അല്ലെ. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചിരുന്നു, ഈ വേണം എന്നുള്ളതിന് വോണ്ടിന് പകരം നീഡ് എന്നും യൂസ് ചെയ്യാമോ എന്ന്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നമുക്ക് നോക്കാം, വോണ്ടും നീഡും. പിന്നെ ഇംഗ്ലീഷിൽ 2 അക്ഷരങ്ങൾ ഞാനിവിടെ കാണിക്കാം. ഒന്ന് വി, മറ്റൊന്ന് ഡബ്ല്യു. ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് വ്യത്യാസം, അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ പഠിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ആണല്ലോ, അപ്പോൾ ആ ഉച്ചാരണം കൂടെ നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകണം അല്ലെ. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. പിന്നെ ഇന്നും ഞാൻ അവസാനം 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാൻ മറക്കരുത്. ഇതാ നിങ്ങൾക്കുള്ള ആദ്യത്തെ സെന്റൻസ്, എനിക്ക് കുറച്ച് ചോറ് വേണം. ഇതെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? എനിക്ക് വേണം, എന്ത് വേണം? കുറച്ച് ചോറ്. നിങ്ങൾ സെന്റൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുറച്ച് ചോറ് എന്നുള്ളതിന് സം റൈസ് എന്ന് പറയും അല്ലെ. അപ്പൊ സെന്റൻസ് എന്തായി? എനിക്ക് വേണം, ഐ വോണ്ട് എന്ത്? കുറച്ച് ചോറ്. നിങ്ങൾക്കത് കിട്ടിയോ? അടുത്തത് നോക്കൂ, എനിക്ക് മനസമാധാനം വേണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, എനിക്ക് ഇത്തിരി മനസമാധാനം വേണം എന്ന്. അപ്പൊ ഇവിടെയും എനിക്ക് വേണം, പാറ്റേൺ ഓർമ്മയുണ്ടല്ലോ, അത് അത്രയും റെഡിയാക്കി വെക്കൂ. ഐ വോണ്ട്, എന്താ വേണ്ടത്? സമാധാനം എന്നുള്ളതിന് നമ്മൾ പീസ് എന്ന് പറയും. അതിന് സ്പെല്ലിംഗ് ഒന്ന് നോക്കണം കേട്ടോ. പീസ്, സമാധാനം, അതിന് PEACE ആണ് സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. ഇനി മനസമാധാനം എന്നല്ലേ, അതിനെന്ത് പറയും? പീസ് ഓഫ് മൈൻഡ് എന്ന് പറയും. അപ്പൊ മനസ്സെന്നുള്ളത് നമ്മൾ മൈൻഡ് എന്നാ പറയാ. അപ്പൊ മനസമാധാനമാണ് പീസ് ഓഫ് മൈൻഡ്. അപ്പൊ സെന്റൻസ് എന്തായി? അത് കിട്ടിയായിരുന്നോ? ഐ വോണ്ട് പീസ് ഓഫ് മൈൻഡ്. അടുത്തത് ഞാൻ പറയുന്നത്, എനിക്ക് ഒരു കഷണം കേക്ക് വേണം എന്നാണ്. അപ്പോ കേക്ക് അത് ഒരു കഷണം എന്നുള്ളത് കൂടെ പറയുമ്പോ അവിടെ നമ്മൾ എ പീസ് ഓഫ് കേക്ക് എന്ന് പറയും. കഷ്ണം എന്നുള്ളത് നമുക്ക് പീസ് എന്ന് പറയാം. വേണമെങ്കിൽ ഈ കേക്കിനൊക്കെ അതിന്റെ കഷ്ണം എന്നുള്ളത് നമുക്ക് സ്ലൈസ് എന്നും പറയാം കേട്ടോ. ആ മുറിച്ചെടുക്കുന്ന ഒരു സ്ലൈസ് എന്നും പറയാം. ഇവിടെ ഞാനിങ്ങനെ പീസ് തന്നെ ഉപയോഗിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചിട്ടാണ്. ഈ പീസിന്റെ സ്പെല്ലിംഗ് എന്താണെന്നറിയോ? PIECE. കാണാമല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു കഷണം കേക്ക് ആയതുകൊണ്ട് ചേർക്കണം, എ പീസ് ഓഫ് കേക്ക്. അപ്പൊ ഇവിടെ പീസിന്റെ സ്പെല്ലിംഗ് കണ്ടല്ലോ. കഷണം എന്നുള്ളതിന് PIECE, മറ്റേ സമാധാനം എന്നുള്ളതിന് PEACE. വ്യത്യാസം മനസ്സിലായോ? ഇതൊന്ന് ഓർക്കണം. പിന്നെ അത് മാത്രമല്ല, മുൻപ് നമ്മൾ എനിക്ക് മനസമാധാനം വേണമെന്നുള്ളതിന് ഐ വോണ്ട് എ പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞില്ല. കാരണം മനസമാധാനം നമ്മളിങ്ങനെ 1, 2 എന്ന് പറഞ്ഞ് എണ്ണുന്ന സാധനം അല്ലല്ലോ. അപ്പൊ അവിടെ വേണ്ട, ഐ വോണ്ട് പീസ് ഓഫ് മൈൻഡ്. പക്ഷെ ഇവിടെ ഐ വോണ്ട് എ പീസ് ഓഫ് കേക്ക്. അപ്പൊ അത് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഒരു പീസ് ഓഫ് കേക്ക് എന്നുള്ളതിന് നമ്മൾ 1 എന്ന് പറയണ്ട, എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇനി അടുത്തത് നിങ്ങൾ നോക്കൂ, എനിക്ക് ഡോക്ടർ ആകണം. ഒരു കുട്ടി പറയുന്നതാണ്, എനിക്ക് ഒരു ഡോക്ടർ ആകണമെന്ന്. അപ്പൊ മലയാളത്തിൽ നമ്മൾ എപ്പോഴും എനിക്ക് ഒരു ഡോക്ടർ ആകണം എന്ന് പറയണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് ഡോക്ടർ ആകണം എന്ന് മാത്രമായിരിക്കും പറയുക. പക്ഷെ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഐ വോണ്ട് ആകണം, ആകുക എന്നുള്ളതിന് നമുക്ക് ബിക്കം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷിൽ ഐ വോണ്ട് ടു ബിക്കം ഡോക്ടർ എന്ന് പറയില്ല, എ ഡോക്ടർ എന്ന് തന്നെ പറയണം. മനസ്സിലായല്ലോ? അപ്പൊ ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. അപ്പൊ ഇവിടെ കണ്ടല്ലോ, ആകുക എന്നുള്ളതിന് നമ്മൾ ബിക്കം എന്നാണ് പറഞ്ഞത് അല്ലെ. പക്ഷെ വേണമെങ്കിൽ ബിക്കമിന് പകരം ബി എന്ന് മാത്രം പറയാം. ആവുക എന്നുള്ളതിന് ബി എന്ന വാക്കും നമുക്ക് യൂസ് ചെയ്യാം, ബിക്കം അല്ലെങ്കിൽ ബി. അപ്പൊ അടുത്ത സെന്റൻസ് നോക്കൂ, മീരയ്ക്ക് വക്കീൽ ആകണം. മീര, ഇവിടെ ശ്രദ്ധിക്കണേ, മീര വോണ്ട് അല്ല, മീര വോൺസ്. അത് നമ്മൾ പഠിച്ചു കൊടുക്കുന്നില്ലേ? മീര ഒരാളേ ഉള്ളൂ, അപ്പൊ മീര വോൺസ്. അപ്പോ മീര വോൺസ്, ഇവിടെ ഞാൻ പറഞ്ഞു ബിക്കമിന് പകരം നമുക്ക് ബിയും യൂസ് ചെയ്യാമെന്ന്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മീര വോൺസ് ടു ബി എ ലോയർ. വക്കീൽ എന്നതിന് നമുക്ക്
ലോയർ എന്ന് പറയാം. മീര വാണ്ട്സ് ടു ബി എ ലോയർ. മനസ്സിലായോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും. നമ്മളിപ്പോ കണ്ട ഈ സെന്റൻസസിലെല്ലാം കോമൺ ആയിട്ടൊരു വാക്കുണ്ടായിരുന്നു, വാണ്ട് അല്ലെങ്കിൽ വാണ്ട്സ്. അപ്പൊ ഇത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടോ? അതിന്റെ സ്പെല്ലിംഗ് എന്താണ്? WANT. അത് ഇംഗ്ലീഷിൽ ഈ W എന്ന് പറയുന്ന അക്ഷരം വെച്ചാണ് തുടങ്ങുന്നത് അല്ലെ. മലയാളത്തിൽ നമുക്ക് ഇതുപോലെ ഒരു അക്ഷരമുണ്ട്, വ, വരൂ, വില എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു കാര്യമുള്ളത്, ഏകദേശം ഒരേപോലെ തോന്നുന്ന ഉച്ചാരണമുള്ള രണ്ടക്ഷരങ്ങളുണ്ട്. ഒന്ന് വി, മറ്റത് W. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഉച്ചരിക്കുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് ഈ W നോക്കാം. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ വാണ്ട് എന്ന്. W വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത്, ചുണ്ട് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ പിടിക്കും. അപ്പൊ നമ്മൾ ഈ വാക്ക് പറഞ്ഞ് തുടങ്ങുന്നത് വാണ്ട് എന്നാണ്, വാണ്ട്. അല്ലാതെ വാണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അവിടെ നമ്മൾ മലയാളത്തിൽ ആ വാ പറയുന്ന പോലെ അല്ല ഇംഗ്ലീഷിൽ ഇവിടെ നമ്മൾ ഈ വാക്ക് പറയുന്നത്. അപ്പൊ വാണ്ട് എന്ന് പറയണം. ചുണ്ടൊന്ന് റൗണ്ട് ആക്കി നമ്മൾ പിടിക്കുകയാണ്. ഇതേപോലെ ഒരുപാട് വാക്കുകൾ നമുക്കറിയാം അല്ലെ, അവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് പറയണം, ഈ വാക്ക് എന്നുള്ളതിനെ നമ്മൾ വേർഡ് എന്ന് പറയും. എങ്ങനെ പറഞ്ഞതെന്ന് കണ്ടോ? വേർഡ്. അതുപോലെ ലോകം നമ്മൾ പറയുന്നത് വേൾഡ്. അവിടെ ഒന്നും വേൾഡ് എന്നല്ല പറയുന്നത്, വേൾഡ്. മനസ്സിലായല്ലോ? ഇനി കാറ്റ്, വിൻഡ്. എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ വൈ. മനസ്സിലായോ? അവിടെ എല്ലാം ഈ W വെച്ച് തുടങ്ങിയ ഈ വാക്കുകളെല്ലാം നമ്മൾ ഉച്ചരിക്കുന്നത് ഒരേപോലെയാണ്. വേർഡ്, വേൾഡ്, വിൻഡ്, വൈ, വെൻ. അതുപോലെ ജോലി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക? ഇതെങ്ങനെ എഴുതുക അല്ലെ? പക്ഷെ അത് പറയുന്നത് വർക്ക് എന്നല്ല, വർക്ക്. മനസ്സിലായോ? വർക്ക്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു ഉച്ചാരണം എങ്ങനെയാന്ന് പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതുപോലെ കുറെ വാക്കുകൾ W വെച്ച് തുടങ്ങുന്നത് നിന്ന് കാണും. അതെല്ലാം ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ അത് ഓർത്ത് ശ്രദ്ധിച്ച് തന്നെ പ്രൊനൗൺസ് ചെയ്യണം കേട്ടോ. ഇനി വിയുടെ കാര്യം നമ്മൾ ഇനി നോക്കും, ഇനി വരുന്നുണ്ടത്. ആ സമയത്ത് നമുക്ക് വിയെ കുറിച്ച് കൂടുതൽ അറിയാം. ഇനി ഇതൊന്ന് നോക്കൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർ വിൽക്കണം. എന്ത് പറയും? നമ്മുടെ ഒരു ആഗ്രഹമാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർ വിൽക്കണം. ഞങ്ങൾക്ക് വിൽക്കണം. വിൽക്കുക എന്നുള്ളതിന് ടു സെൽ എന്നാണ് പറയാ. അപ്പൊ ഇവിടെ എന്ത് പറയും? വി വാണ്ട് ടു സെൽ എന്ത്? ഞങ്ങളുടെ കാർ. ഞങ്ങളുടെ എന്നുള്ളതിന് നമ്മൾ അവർ എന്ന് പറയും അല്ലെ. വി വാണ്ട് ടു സെൽ അവർ കാർ. അപ്പൊ ഇവിടെ ഒരു കാര്യം, നമ്മൾ ഈ വാക്കുകൾ എങ്ങനെ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ? ഉച്ചാരണം നോക്കണേ. വി, ഞങ്ങൾ എന്നുള്ളതിന് വി അല്ല, വി. വി വാണ്ട് ടു സെൽ അവർ കാർ. മനസ്സിലായോ? അവിടെ രണ്ട് വാക്കുകൾ ഈ W വെച്ച് തുടങ്ങുന്നുണ്ട്. വി വാണ്ട് ടു സെൽ അവർ കാർ. ഇനി ഇവിടെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കാൻ പോവാം. ഈ ആഗ്രഹത്തെ കുറിച്ച് പറയാൻ നമ്മൾ വാണ്ട് എന്ന് ഇപ്പൊ പറയുമല്ലോ. അപ്പൊ നീഡ് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? വ്യത്യാസം എന്താണെന്നറിയോ? നമ്മുടെ ഒരു ആഗ്രഹം മാത്രമാണ്. നമുക്കൊരു കാര്യം ഇങ്ങനെ വേണം, പോകണം, ഇരിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണെങ്കിൽ അവിടെ വാണ്ട് യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനൊരു കാര്യം ചെയ്തേ പറ്റൂ, ചെയ്തേ തീരൂ, അത് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണെന്നാണെങ്കിൽ അവിടെ വാണ്ട് അല്ല, നീഡ് യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ എനിക്ക് പറയണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാറ് വിറ്റേ പറ്റൂ, അത് വിൽക്കാതെ വേറെ മാർഗമില്ല. അപ്പൊ അവിടെ വാണ്ട് അല്ല, നീഡ് ഉപയോഗിക്കാം. എന്ത് പറയും? വി നീഡ് ടു സെൽ അവർ കാർ. മനസ്സിലായോ വ്യത്യാസം? ഇവിടെ വി വാണ്ട് അല്ല, വി നീഡ് ടു സെൽ അവർ കാർ. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, വി ആണ് ഞങ്ങൾ. കുറെ പേരുണ്ടല്ലോ, ഒന്നിൽ കൂടുതൽ ആളുകളില്ലേ. അപ്പൊ അവിടെ വി നീഡ്സ് എന്ന് പറയില്ല, വി നീഡ്. അവിടെ നീഡിന്റെ കൂടെ എസ് നമ്മൾ ചേർക്കുന്നില്ല. വി വാണ്ട് എന്നല്ലേ പറഞ്ഞേ, അതേപോലെ വി നീഡ് ടു സെൽ അവർ കാർ. നമ്മൾ ആദ്യത്തെ ലെസണിൽ ഇങ്ങനെ ഒരു സെന്റൻസ് പഠിച്ചിരുന്നു, ഞങ്ങൾക്ക് ബാങ്കിൽ പോകണം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മുടെ ഒരു ആഗ്രഹമാണത്. അപ്പോ വി വാണ്ട് ടു ഗോ ടു ദ ബാങ്ക്. വി വാണ്ട് ടു ഗോ ടു ദ ബാങ്ക് എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഞങ്ങൾക്ക് ബാങ്കിൽ പോയേ പറ്റൂ, പോകാതെ വേറെ തരമില്ല, വേറെ മാർഗം ഇല്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വി നീഡ് ടു ഗോ ടു ദ ബാങ്ക്. ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് വേണം എന്ന് പറയുമ്പോഴും ഈ വാണ്ടും നീഡും രണ്ടും രണ്ട് തരത്തിൽ ഉപയോഗിക്കും. എനിക്ക് പറയണം, എനിക്ക് പണം വേണം. അപ്പൊ പണം വേണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ഒരു ഡിസയർ ആണെങ്കിൽ അവിടെ നമ്മൾ വാണ്ട് പറഞ്ഞാൽ മതി. എന്താ പറയാ? ഐ വാണ്ട് മണി.
മനസ്സിലായല്ലോ? അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ മണി എന്ന് പറയില്ല കേട്ടോ. കാരണം നമ്മളിവിടെ ഒരു പണം 2 പണം എന്ന് പറയില്ലല്ലോ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഐ വോണ്ട് മണി എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് പണം അത്യാവശ്യമാണ്, അത് കിട്ടിയേ തീരൂ എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ നീഡ് മണി. മനസ്സിലായോ വ്യത്യാസം? ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം അത്യാവശ്യമാണ്, കിട്ടിയേ തീരൂ എന്നാണെങ്കിൽ അവിടെ നീഡ് പറയും. വേണം എന്ന് മാത്രമാണെങ്കിൽ വോണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ വോണ്ട് വെച്ച് വരുന്ന ഒരുപാട് സെന്റൻസസ് നമ്മൾ ഇന്ന് കണ്ടല്ലോ. അപ്പൊ ഇന്ന് നിങ്ങൾ ചില പുതിയ വാക്കുകൾ ഇവിടെ പഠിച്ചു കാണും. ഇപ്പൊ മനസ്സമാധാനം എന്നുള്ളതിന് പീസ് ഓഫ് മൈൻഡ് എന്ന് പറയും. ഒരു കഷ്ണം കേക്ക് എന്നുള്ളതിന് പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് പഠിച്ചേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ആ ബാക്കി സെന്റൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയോ എങ്കിൽ നിങ്ങൾ ജയിച്ചു. അപ്പൊ ഇത് പലതവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എന്നോട് പലരും ചോദിച്ചിരുന്നു, ഇതേ സെന്റൻസസ് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതിയോ എന്ന്. ഇതേ സെന്റൻസസ് വെച്ച് തുടങ്ങും, എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ പറയുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ സാധനങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നതൊക്കെ മാറ്റി മാറ്റി പറയാലോ. എനിക്ക് പാചകം ചെയ്യണം, ഐ വോണ്ട് ടു കുക്ക് എന്ന് പറയാലോ. എനിക്ക് പുസ്തകം വായിക്കണം, ഐ വോണ്ട് ടു റീഡ് എ ബുക്ക്. അപ്പൊ പലതരത്തിൽ നിങ്ങൾ തന്നെ സങ്കല്പിച്ച് സെന്റൻസസ് ഉണ്ടാക്കൂ, ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. ഇനി നമ്മൾ കണ്ട അടുത്ത പാറ്റേൺ നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാം എന്ന് പറയാൻ നോ എന്ന വാക്ക് യൂസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ എനിക്ക് പറയണം, ഞങ്ങൾക്ക് സത്യം അറിയാം. അപ്പൊ സത്യം എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ കാണിക്കുകയാണ്. ട്രൂത്ത് എന്നാണ് പറയുക അല്ലെ. സത്യം, ട്രൂത്ത്. അപ്പൊ എന്ത് പറയും? ഞങ്ങൾക്ക് അറിയാം, വി നോ. എന്തറിയാം? സത്യം. വി നോ ദ ട്രൂത്ത്. അപ്പൊ ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ചാണല്ലോ നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് വി നോ ദ ട്രൂത്ത് എന്ന് പറയുന്നത്. ഇനി ഇത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്ക് ആ പാട്ട് അറിയാം. ആ പാട്ടിന് നമ്മൾ സോങ് എന്ന് പറയും. ആ പാട്ട് ദാറ്റ് സോങ് ആണ് അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടിനെ കുറിച്ച് അത് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ദാറ്റ് സോങ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്ത് പറയും? ഐ നോ ദാറ്റ് സോങ്. നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഐ നോ ദാറ്റ് സോങ്. ഇനി ഈ പാട്ടിന്റെ തന്നെ വരികളെ കുറിച്ച് നമ്മൾ പറയാണ്. നമുക്ക് അതിന്റെ വരികൾ അറിയാമെന്ന്. അപ്പൊ വരികൾ, ഒരു പാട്ടിന്റെ ഒക്കെ വരികൾ എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ലിറിക്സ് എന്ന് പറയാം. ലിറിക് എന്നോ ലിറിക്സ് എന്നോ പറയാം. അപ്പൊ ഇവിടെ എന്ത് പറയും? എനിക്ക് വരികൾ അറിയാം. ഐ നോ. നമ്മൾ ഇവിടെയും ഏതോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാട്ടിന്റെ ആ ഒരു പ്രത്യേക പാട്ടിന്റെ വരികൾ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദ ചേർക്കണം. ഐ നോ ദ ലിറിക്സ്. മനസ്സിലായോ? ഐ നോ ദ ലിറിക്സ്. ഇനി രണ്ടാമത്തെ ലെസണിൽ നമ്മൾ പഠിച്ച പാറ്റേൺസ് ആണ് നോക്കുന്നത്. ഇപ്പോ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ, അത് തുറക്കൂ, അത് അടയ്ക്കൂ എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു ഓർഡർ കൊടുക്കുന്ന പോലെ പറയില്ലേ? അതിനെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഇപ്പൊ ഇവിടെ എനിക്ക് പറയേണ്ടത് നിങ്ങളുടെ പുസ്തകങ്ങൾ തുറക്കൂ എന്നാണ്. അപ്പൊ തുറക്കൂ എന്നാണ് പറയുന്നത്. എന്ത്? നിങ്ങളുടെ പുസ്തകങ്ങൾ. അതെങ്ങനെ പറയും? തുറക്കുക എന്നുള്ളതിന് ഓപ്പൺ എന്ന് പറയും അല്ലേ. അപ്പൊ ഇവിടെ ഓപ്പൺ നിങ്ങളുടെ പുസ്തകങ്ങൾ, യോർ ബുക്സ്. ഓപ്പൺ യുവർ ബുക്സ്. ഇനി ഇത് നോക്കൂ. എനിക്ക് കുറച്ച് സമയം തരൂ. അപ്പൊ അവിടെ തരൂ എന്നാണ് പറയുന്നത് അല്ലെ. തരുക എന്നുള്ളതിന് നമ്മൾ ഗിവ് എന്ന് പറയും. എന്താ തരേണ്ടത്? കുറച്ചു സമയം, സം ടൈം. അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട്, അത് ഒരുമിച്ചല്ലാട്ടോ എഴുതുന്ന ആ വാക്കുകൾ. കുറച്ചു സമയം, സം ടൈം, 2 വാക്കായിട്ട് തന്നെ വരണേ. എന്ത് പറയും? എനിക്ക് തരൂ എന്നല്ലേ. ഗിവ് മീ. മനസ്സിലായോ? ഗിവ് മീ, എനിക്ക്, മീ. ഗിവ് മീ എന്ത്? കുറച്ച് സമയം, സം ടൈം. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണം കേട്ടോ. ഇത് നിങ്ങൾക്കത് ഒറ്റയ്ക്ക് പറയാൻ പറ്റിയെന്ന് അറിയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഒരാളോട് ഒരു കാര്യം ചെയ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്. ഇനി ചെയ്യരുത് എന്നെങ്ങനെയാ പറയാ? അവിടെ ഒരു വാക്ക് ചേർക്കണം അല്ലെ. നമ്മൾ ഒരാളോട് ഇന്നത് ചെയ്യരുത് എന്ന് പറയണമെങ്കിൽ ഡോണ്ട് കൂടെ ചേർക്കണം ആദ്യം അല്ലെ. അപ്പൊ ഇവിടെ എനിക്ക് പറയേണ്ടത് അനങ്ങരുത് എന്നാണ്. അനങ്ങരുത്. അനങ്ങുക എന്നുള്ളതിന് മൂവ് എന്ന് പറയും. മൂവ്. അപ്പൊ അനങ്ങരുത് എന്നുള്ളതിന് എന്ത് പറയും? ഡോണ്ട് മൂവ്. മനസ്സിലായല്ലോ? ഇരിക്കരുത് എന്നുള്ളതിന് ഡോണ്ട് സിറ്റ്. പോവരുത്, ഡോണ്ട് ഗോ. മനസ്സിലായോ? ഡോണ്ട് കഴിഞ്ഞിട്ട് ആ ക്രിയയെ കാണിക്കുന്ന വാക്കങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ആ ഒരു സെന്റൻസിന്റെ ഒരു പാറ്റേൺ കിട്ടി. ഇനി ഇവിടെ ഈ വാക്ക് നിങ്ങൾ കണ്ടോ? ഞാൻ പറഞ്ഞത് ഡോണ്ട് മൂവ്. മൂവ് എങ്ങനെയാണ് പറഞ്ഞതെന്ന് കണ്ടോ? ഇവിടെ വി വന്നു ആ മൂവ് എന്ന് പറയുന്ന വാക്കില് അല്ലെ.
ഇവിടെ നമ്മളത് പറയുന്നത്, മുൻപ് നമ്മൾ W പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ ചുണ്ട് നമ്മളൊന്ന് റൗണ്ട് ആക്കണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ മൂ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മുടെ മേലെയുള്ള പല്ല് താഴെ ചുണ്ടില് നമ്മൾ മുട്ടിക്കുകയാണ്, മൂവ് എന്ന് പറയാണ്. അത് പറയുമ്പോൾ നമുക്ക് ഇവിടെ തൊണ്ടയിൽ പിടിച്ച് നമുക്കത് ഫീൽ ചെയ്യും, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. മനസ്സിലായോ? മൂവ് എന്ന് പറയുന്നുണ്ട്. അതാണ് വിയും ഡബ്ല്യുയും വരുന്ന വാക്കുകൾ തമ്മിൽ പറയുമ്പോൾ ഉള്ള വ്യത്യാസം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഡോണ്ട് മൂവ് എന്നാണ് പറയുന്നത് കേട്ടോ. വി വെച്ച് തുടങ്ങുന്ന മറ്റു വാക്കുകൾ ഇതുപോലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പൊ വാൻ, വാൻ അല്ല വാൻ, വാൻ. എന്തിന്റെയെങ്കിലും മൂല്യം എന്നുള്ളതിന് നമ്മള് വാല്യൂ എന്ന് പറയും. വാല്യൂ അല്ല വാല്യൂ. അതുപോലെ താഴ്വര എന്നുള്ളതിന് നമ്മള് വാലി എന്ന് പറയും. പറയുന്നത് എങ്ങനെയാന്ന് കണ്ടോ? ഞാനവിടെ ചുണ്ട് എങ്ങനെ പിടിച്ചതെന്ന് കണ്ടോ? വാലി. ആ മുകളിലുള്ള പല്ല് താഴത്തെ ചുണ്ടിൽ നമ്മൾ വെക്കുകയാണ്, വാലി. അതിനോടൊപ്പം നമുക്കത് പറയുന്നത് ശരിയാണോ എന്ന് അറിയാനാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. പറയുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും, വാലി. ഇതേപോലെയുള്ള വേറെയും വാക്കുകൾ നമ്മൾ ഇനി കാണും കേട്ടോ. അപ്പൊ നമുക്കിത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇത് നോക്കൂ, സ്ക്രീനില് തൊടരുത്. അപ്പൊ തൊടരുത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. എവിടെയാ? സ്ക്രീനില്. തൊടുക എന്നുള്ളതിന് ടച്ച് എന്ന് പറയും. അപ്പൊ എന്താ പറയേണ്ടത്? തൊടരുത് എന്ന് പറയാൻ ഡോണ്ട് ടച്ച്. എന്ത്? ഒരു പ്രത്യേക സ്ക്രീൻ അല്ലെ, ചിലപ്പോൾ ഫോണിന്റെ സ്ക്രീൻ ആവാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ആവാം. അപ്പൊ എന്ത് പറയും? ഡോണ്ട് ടച്ച് ദ സ്ക്രീൻ. ആ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ, ഡോണ്ട് ടച്ച് ദ സ്ക്രീൻ. ഇനി നമ്മൾ വേറൊരു പാറ്റേണിലേക്ക് പോവാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കണം. ഇവിടെ എനിക്ക് പറയേണ്ടത്, അനിലിന് കാറും ബൈക്കും ഉണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അനിലിന് ഒരു കാറും ഒരു ബൈക്കും ഉണ്ടെന്ന് നമ്മൾ പറയില്ല. ഇങ്ങനെ പറയുള്ളൂ, അനിലിന് കാറും ബൈക്കും ഉണ്ട്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അനിൽ ഒരാളുടെ കാര്യം പറയുന്നത് അല്ലേ. അപ്പോ അനിൽ ഹാസ്, ശ്രദ്ധിക്കണം കേട്ടോ, അനിൽ ഹാസ് എന്ത്? എ കാർ ആൻഡ് എ ബൈക്ക്. ഇവിടെ ഒന്നേ ഉള്ളൂ നമുക്ക് മനസ്സിലായല്ലോ മലയാളത്തിൽ പറഞ്ഞപ്പോ. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ചേർക്കണം. പിന്നെ അവിടെ വൺ പറയണ്ട കേട്ടോ. അനിൽ ഹാസ് വൺ കാർ ആൻഡ് വൺ ബൈക്ക് എന്ന് പറയണ്ട. അനിൽ ഹാസ് എ കാർ ആൻഡ് എ ബൈക്ക്. ഇത് കണ്ടോ, പലപ്പോഴും പേരൻസ് കുട്ടികളെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി അല്ലെങ്കിൽ നിന്നെ പറ്റി ഒരു സ്വപ്നമുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. സ്വപ്നമുണ്ടെന്ന് വെച്ചാൽ ഇവിടെ സ്വപ്നം കണ്ടു എന്നല്ല കേട്ടോ. നമുക്കൊരാളെ പറ്റി അങ്ങനെ ഒരു വലിയൊരു മനസ്സിലൊരു സ്വപ്നം ഉണ്ടെന്ന് പറയില്ലേ, ആ അർത്ഥത്തില്. അപ്പൊ സ്വപ്നം എന്നുള്ളതിനെ നമ്മൾ ഡ്രീം എന്നല്ലേ പറയാം. ബാക്കി എങ്ങനെ പറയും? ഞങ്ങൾക്ക് ഉണ്ട്. ഇവിടെ ഞങ്ങൾക്കാണ്. മുൻപ് അവൾക്ക് അല്ലെങ്കിൽ അനിലിന് എന്നൊക്കെ കണ്ടില്ലേ, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഞങ്ങൾക്കായതുകൊണ്ട് വി. പറയണ എങ്ങനെയാ നോക്കണേ? വി. വി ഹാവ്. വി ഹാവ് എന്തുണ്ടെന്ന്? ഒരു സ്വപ്നം, എ ഡ്രീം. അപ്പൊ ഇവിടെ ഈ സെന്റൻസിൽ നിങ്ങൾ കണ്ടോ, W വെച്ച് തുടങ്ങുന്ന വാക്കുണ്ട്, വി വരുന്ന വാക്കുണ്ട്. അതെങ്ങനെയാ പറഞ്ഞേ നോക്കൂ. വി ഹാവ്. ഹാവ് അല്ല, വി ആണ്, HAVE അല്ലെ. അപ്പൊ ഹാവ് എ ഡ്രീം. വി ഹാവ് എ ഡ്രീം. അവർക്ക് നാളെ ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ അവർക്ക് ഉണ്ട്. ദേ, അവര് ദേ അല്ലേ. അപ്പൊ എന്താ നിങ്ങൾ പറയാ? ദേ ഹാവ്. ശരിയല്ലേ? എന്ത്? ഒരു പാർട്ടി. ദേ ഹാവ് എ പാർട്ടി. എപ്പോ? നാളെ. അത് അവസാനം വരണം കേട്ടോ. ദേ ഹാവ് എ പാർട്ടി ടുമോറോ. ടുമോറോ. ടുമോറോ എന്ന് പറയണ്ട കേട്ടോ. ടുമോറോ. ദേ ഹാവ് എ പാർട്ടി ടുമോറോ. അപ്പൊ ഇവിടെയും ദേ ഹാവ്. മനസ്സിലായോ? ഹാവ്. ദേ ഹാവ് എ പാർട്ടി. അടുത്തത്, അവർക്ക് ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അല്ലേ. എന്താ പറയാ? ദേ ഹാവ് എ മീറ്റിംഗ്. എപ്പോഴാ? ഉച്ചയ്ക്ക്. അവിടെ മലയാളത്തിൽ നമ്മൾ ഉച്ചയിൽ എന്നല്ല പറയാ, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ കാലത്ത്, വൈകുന്നേരം എന്നൊക്കെ പറയാ അല്ലേ. പക്ഷെ ഇവിടെ ഇംഗ്ലീഷിൽ പറയുമ്പോ ഇൻ വരണം. ഉച്ചയിൽ എന്ന് പറയുന്നത് പോലെ ഇൻ ദി ആഫ്റ്റർനൂൺ എന്നാ പറയാ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ദിവസത്തെ പല സമയങ്ങളെ കുറിച്ച് പറയില്ലേ, രാവിലെ, വൈകിട്ട്, അങ്ങനെയൊക്കെ പറയില്ലേ, അവിടെ എല്ലാം ഇൻ ആണ് വരിക. രാത്രിയുടെ കാര്യം പറയുമ്പോൾ ഇന്നല്ല കേട്ടോ, അവിടെ എറ്റ് എന്ന് വരും. അത് നമുക്ക് പിന്നെ നോക്കാം.
ബാക്കിയെല്ലാം മോർണിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ, ഈവനിങ് ഇതിനെല്ലാം ഇൻ ചേർക്കണം. ഇവിടെ പറയാ they have a meeting in the afternoon. in afternoon അല്ല, in the afternoon. in the afternoon. അപ്പൊ ഇവിടെ എല്ലാം കണ്ടല്ലോ, കാർ ഉണ്ട് എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയാൻ, സ്വപ്നം ഉണ്ട് എന്ന് പറയാൻ എല്ലാം നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്തു. ഇതേപോലെ നമുക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനും ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ നേരത്തെ. അപ്പൊ ഇവിടെ എനിക്ക് പറയേണ്ടത് അവൾക്ക് തൊണ്ടവേദനയുണ്ട് എന്നാണ്. അപ്പൊ തൊണ്ടവേദനയ്ക്ക് നമുക്ക് വേണമെങ്കിൽ തൊണ്ട എന്നുള്ളത് നമ്മൾ ത്രോട്ട് എന്ന് പറയും, ത്രോട്ട് പെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ സോ ത്രോട്ട് എന്ന് പറഞ്ഞാൽ മതി. സോ ത്രോട്ട്, അതായത് തൊണ്ട ഇങ്ങനെ പച്ചയായിട്ടിരിക്കുന്ന അവസ്ഥ, തൊണ്ടവേദനയുള്ള ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ സോ ത്രോട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയാ, ഷീ ഹാസ് എ സോ ത്രോട്ട്. അത് ശ്രദ്ധിക്കണം. അവൾക്ക് ഒരു തൊണ്ടവേദന എന്നല്ല നമ്മൾ മലയാളത്തിൽ പറയുക, പക്ഷെ ഇവിടെ ചേർക്കണം. അത് ഇംഗ്ലീഷിൽ ഒരു പ്രത്യേകതയായിട്ട് കണ്ടാൽ മതി. ഇങ്ങനെയുള്ള ചെറിയ അസുഖങ്ങൾ ഉണ്ടല്ലോ, പനി, ജലദോഷം, തലവേദന, തൊണ്ടവേദന, ഇവിടെയെല്ലാം നമ്മൾ ചേർക്കും. ചുമ, അതിനും കോഫ് എന്ന് പറയണം. അപ്പൊ ഇവിടെ ഷീ ഹാസ് എ സോ ത്രോട്ട്. ഷീ ആയതുകൊണ്ട് ഹാസ് വന്നു കേട്ടോ. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ പറയും? എനിക്ക് ചുമയും പനിയുമുണ്ട്. അപ്പൊ ഇവിടെയും നമ്മൾ എനിക്ക് ഒരു ചുമയും ഒരു പനിയും ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും അല്ലെ. പക്ഷെ ഇംഗ്ലീഷിൽ ആ ചേർക്കണം എന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഐ ആണല്ലോ, ഐയുടെ കൂടെ ഹാസ് അല്ല ഹാവ് വരണം. അപ്പൊ പറയുന്നത് കണ്ടല്ലോ, ഐ ഹാവ്, ഹാവ് അതിന്റെ ഉച്ചാരണം നോക്കണേ. ഐ ഹാവ് എന്താ? ചുമയും പനിയും, എ കോഫ് ആൻഡ് എ ഫീവർ. മനസ്സിലായോ? അവിടെയും എ കോഫ് എന്നാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? ചുമ എന്നുള്ളതിന് കഫ് എന്നല്ല പറയുന്നത്, കോഫ് ആണ്. ഐ ഹാവ് എ കോഫ് ആൻഡ് എ ഫീവർ. ആ വാക്ക് ഉച്ചരിച്ച് എങ്ങനെയാന്ന് കണ്ടോ? ഫീവർ, ഫീവർ അല്ല ഫീവർ. മനസ്സിലായോ? ആ വി ആണ് ഇവിടെ വന്നത്, ഫീവർ. ഇതുപോലെ ഈ വി വരുന്ന വാക്കുകൾ വരുമ്പോഴെല്ലാം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത തരം സെന്റൻസ് നോക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരു സ്റ്റുഡന്റ് ആണ്, ഞാൻ ഒരു ടീച്ചർ ആണ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഐ എം എ ടീച്ചർ. ഞാൻ ഒരു ഡോക്ടറാണ്, ഐ എം എ ഡോക്ടർ, ഇങ്ങനെയല്ലേ പറയാ. അപ്പൊ ഇവിടെ എനിക്ക് പറയേണ്ടത് ഞാൻ അവളുടെ ടീച്ചർ ആണ് എന്നാണ്. ഞാൻ ആണ്. അപ്പൊ എങ്ങനെ പറയും? നിങ്ങൾ ഒറ്റയ്ക്ക് പറയുന്നുണ്ടല്ലോ, എഴുതി വെക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പറഞ്ഞു നോക്കുന്നുണ്ടല്ലോ. ഞാനാണ്, ഐ ആം. ഐ ആം എന്ത്? അവളുടെ ടീച്ചർ. അവളുടെ എന്നുള്ളതിന് നമ്മൾ ഹെർ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്ത് പറയും? ഐ ആം ഹെർ ടീച്ചർ. ഐ ആം ഹെർ ടീച്ചർ. ഞാൻ അവന്റെ ടീച്ചർ ആണെന്ന് എങ്ങനെ പറയും? ഐ ആം ഹിസ് ടീച്ചർ. അവിടെ ഹിസ് ആണ് വരിക, ഐ ആം ഹിസ് ടീച്ചർ. പക്ഷെ ഇവിടെ ഒരു പേര് വരികയാണെങ്കിലോ, അപ്പൊ എനിക്ക് പറയണം ഞാൻ റിയയുടെ ടീച്ചർ ആണെന്ന്. അപ്പൊ ഇവിടെ എന്ത് പറയും? ഐ ആം റിയാസ് ടീച്ചർ. ആ റിയാസ് എന്നുള്ളത് എഴുതി എങ്ങനെയാന്ന് കണ്ടോ? റിയ എഴുതിയിട്ട് എപ്പോസ്ട്രഫി, ആ കോമ മേലെ ഇടുന്നതിനാണ് നമ്മൾ എപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. ഐ എം റിയ എപ്പോസ്ട്രഫി എസ്, ഐ എം റിയാസ് ടീച്ചർ. അപ്പൊ ഈ സെന്റൻസ് ഒന്ന് നോക്കിയേ. മുൻപ് നമ്മൾ കണ്ടു ഞാൻ റിയയുടെ ടീച്ചറാണ്. ഇവിടെ ഞാൻ പറയാണ് ഞാൻ റിയയുടെയും മിയയുടെയും ടീച്ചറാണ്. അപ്പൊ എന്ത് ചെയ്യും? രണ്ട് വാക്കുകൾ, രണ്ട് പേരുകൾ വന്നു അല്ലെ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്? രണ്ട് പേരിന്റെയും കൂടെ എപ്പോസ്ട്രഫി എസ് ചേർക്കണ്ട, രണ്ടാമത് വരുന്ന പേരിന് മാത്രം ചേർത്താ പോരെ. ഇവിടെ എന്ത് പറയും? ഐ ആം റിയ ആൻഡ് മിയാസ് ടീച്ചർ. ആദ്യത്തെ പേരിന് എപ്പോസ്ട്രഫി എസ് വേണ്ട, ഐ എം റിയ ആൻഡ് മിയാസ് ടീച്ചർ. ഇതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനും നമ്മൾ ഐ എം എന്ന് തന്നെ യൂസ് ചെയ്യും. ഇവിടെ എനിക്ക് പറയണം ഞാൻ ഹോംവർക്ക് ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഡു എന്നല്ലേ പറയുന്നേ. അപ്പൊ ഞാൻ ചെയ്യുകയാണ് എന്ന് എങ്ങനെ പറയും? ഐ എം ഡൂയിങ്. ഐ എം ഡൂയിങ്. ആ ഡൂവിന്റെ കൂടെ ing ചേർത്തു കേട്ടോ. ഐ എം ഡൂയിങ്. എന്താ ചെയ്യുന്നേ? ഹോംവർക്ക്. അപ്പൊ ഇംഗ്ലീഷില് നമ്മളിത് എങ്ങനെയാ പറയുന്നത് നോക്കൂ. മലയാളത്തില് ഹോം വർക്ക് എന്ന് എഴുതിയാൽ മതി, ഹോം വർക്ക്. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനല്ല പറയാ, ഹോം വർക്ക്. വർക്ക് മനസ്സിലായോ? ഇവിടെ എന്ത് പറയും? ഐ എം ഡൂയിങ് ദ ഹോംവർക്ക്. ഡൂയിങ് ദ ഹോംവർക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്റെ ഹോംവർക്ക് എന്ന് തന്നെ പറയണമെങ്കിൽ ഐ എം ഡൂയിങ് മൈ ഹോംവർക്ക് എന്ന് പറയുമായിരുന്നു. അവിടെ മൈ വരും എന്റെ എന്നുള്ളതിന്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഉച്ചാരണം നിങ്ങൾ പഠിച്ചല്ലോ. വർക്കല്ല വർക്ക് എന്നാണ് പറയുക. അടുത്തത് നോക്കിയേ.
ഞാൻ മേശ തുടയ്ക്കുകയാണ്. ഞാൻ. അപ്പൊ ഐ ആം എന്ന് പറഞ്ഞ് തുടങ്ങണം. തുടയ്ക്കുക എന്നുള്ളതിന് എന്താ പറയാ? വൈപ്പ് എന്ന് പറയാം. വൈപ്പ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വൈപ്പ് അല്ല, വൈപ്പ്. ആ വാക്ക് എങ്ങനെ എഴുതുന്നത് കേട്ടോ? WIPE. W വെച്ച് തുടങ്ങി. വൈപ്പ്. അപ്പൊ ഇവിടെ ഐ ആം വൈപ്പിംഗ് എന്ന് പറയും. എന്താ തുടയ്ക്കുന്നേ? മേശ. ഒരു പ്രത്യേക മേശയല്ലേ? ദ ടേബിൾ. ഐ എം വൈപ്പിംഗ് ദ ടേബിൾ. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഈ നിലമൊക്കെ തുടയ്ക്കുന്നതിന് നമ്മൾ മോപ്പ് എന്ന വാക്ക് യൂസ് ചെയ്യും അല്ലെ? പക്ഷെ ഇവിടെ ഒരു മേശയൊക്കെ തുടയ്ക്കുന്നതിന് നമുക്ക് വൈപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഐ എം വൈപ്പിംഗ് ദ ടേബിൾ. ഇനി കഴിഞ്ഞ ലെസണിൽ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നോക്കുന്നത് കേട്ടോ. നമുക്കൊരാളെ പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ, വേറൊരാൾക്ക് നമ്മുടെ കൂടെയുള്ള ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ എങ്ങനെയാ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നേ? ദിസ് ഇസ് എന്ന് പറഞ്ഞ് തുടങ്ങും അല്ലെ? അപ്പൊ എനിക്ക് ഒരാളോട് പറയണം ഇത് എന്റെ അമ്മയാണ്. അപ്പൊ എങ്ങനെ പറയും? ദിസ് ഇസ് മൈ മദർ. എന്റെ അമ്മ. ദിസ് ഇസ് മൈ മദർ. അത് ഓർമ്മയുണ്ടല്ലോ? ഈ സെന്റൻസ് കിട്ടിയോ നിങ്ങൾക്ക്? ഇനി അടുത്ത പാറ്റേൺ നോക്കാം. അവൾ അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര്, അനിൽ, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയാൻ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അപ്പൊ എനിക്ക് പറയേണ്ടത് അയാൾ ചായ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇവിടെ അയാള് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലെ? ഉണ്ടാക്കുക എന്നുള്ളതിന് മേക്ക് എന്ന് പറയും. എന്താ ഉണ്ടാക്കുന്നേ? ടീ. അപ്പൊ എന്ത് പറയും? ഹി ഇസ് മേക്കിംഗ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഹി ഇസ് മേക്കിംഗ് എന്ത്? ടീ. ഹി ഇസ് മേക്കിംഗ് ടീ. ഒരു സെന്റൻസ് കൂടെ പറയാം. സിനി പാത്രങ്ങൾ കഴുകുകയാണ്. അപ്പൊ സിനി ഒരാളേ ഉള്ളൂ. സിനി ഇപ്പൊ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത്. കഴുകുക എന്നുള്ളതിന് എന്താ പറയാ? വാഷ് എന്ന് പറയാം അല്ലെ? വൃത്തിയാക്കുകയാണെങ്കിൽ ക്ലീൻ എന്ന് പറയാം. ഇവിടെ കഴുകുകയാണ്, അപ്പൊ വാഷ് എന്ന് പറയും. ആ വാക്ക് എങ്ങനെ പറയുന്നത് കണ്ടോ? വാഷ്. W വെച്ച തുടങ്ങിയത്. വാഷ്. വാഷ് അല്ല കേട്ടോ, വാഷ്. അപ്പൊ എന്ത് പറയും? സിനി ഇസ് വാഷിംഗ് എന്ത്? പാത്രങ്ങൾ. പാത്രങ്ങൾ എന്നുള്ളതിന് നമുക്ക് ഡിഷസ് എന്ന് പറയാം. ഡിഷസ്. അപ്പോ വലിയ തരം പാത്രങ്ങളാണെങ്കിൽ നമുക്ക് വെസൽ എന്നോ യൂറ്റൻസിൽ എന്നോ ഒക്കെ പറയാം. പക്ഷെ ഇവിടെ സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ്സും അങ്ങനെയുള്ളതൊക്കെ കഴുകില്ലേ? ഇതിനെല്ലാം നമുക്ക് ഡിഷസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ പറയാ സിനി ഇസ് വാഷിംഗ് ദി ഡിഷസ്. അപ്പൊ ഇന്ന് ഞാനിവിടെ തന്ന സെന്റൻസസിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാക്കാൻ സാധിച്ചു? നിങ്ങൾക്ക് പാറ്റേൺസ് കിട്ടിയോ? നമ്മളിന്ന് പുതിയ കുറച്ച് വാക്കുകൾ പഠിച്ചല്ലോ. അപ്പൊ ആ വാക്കുകൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇന്ന് പഠിച്ചല്ലേ ഉള്ളൂ. പക്ഷെ ആ പാറ്റേൺ കിട്ടിയോ എന്നുള്ളതാണ് പ്രധാനം. എന്നിട്ട് ആ പാറ്റേൺ വെച്ച് ഒരുപാട് സെന്റൻസസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, ഒരു സംശയമില്ല. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഒരു പുതിയ കാര്യം പഠിച്ചല്ലോ. നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചില്ലേ? അത് വെച്ചിട്ട് ഞാനൊരു ഹോംവർക്ക് തരികയാണ്. അത് കൂടാതെ ഒരു കാര്യം ചെയ്യൂ, അതുപോലെ ചെയ്യരുത് എന്നെങ്ങനെയാണ് നമ്മൾ ഒരാളോട് പറയുക, അതിനെ പറ്റിയുള്ള 2 ക്വസ്റ്റ്യൻസും ഉണ്ട്. ആദ്യത്തത്, എനിക്ക് കുറച്ച് വിശ്രമം അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ വിശ്രമത്തെ കുറിച്ചാണ് പറയുന്നത്. വിശ്രമം എന്നുള്ളതിന് നമുക്ക് റെസ്റ്റ് എന്ന് പറയാം. അത്യാവശ്യമാണ്, വിശ്രമം കിട്ടിയേ തീരൂ എന്നർത്ഥം വരുന്നുണ്ട്. അവിടെ വാണ്ട് ആണോ നീഡാണോ വരിക? ആലോചിച്ച് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, കാറ് നിർത്തൂ എന്ന് നമ്മൾ ഒരാളോട് പറയാണ്. നിർത്തുക എന്നുള്ളതിന് സ്റ്റോപ്പ് എന്നല്ലേ പറയുക. അപ്പൊ അയാളോട് എങ്ങനെ നമ്മൾ പറയും? ഏതോ കാറല്ല, ആ ഒരു പ്രത്യേക കാറാണേ, അത് ഓർക്കണം. ഇതേ കാര്യം അരുത് എന്നെങ്ങനെ പറയും? കാറ് നിർത്തരുത് എന്നെങ്ങനെ പറയും? അതൊക്കെ നമ്മളിന്ന് കണ്ടതാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ആകാൻ വേണ്ടി ഞാൻ തന്ന ഹോംവർക്ക് ആണിത്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് കോമന്റ് സെക്ഷനിലേക്ക് അയക്കൂ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തത്, ഇതുവരെ കണ്ട ലെസൺസ് എല്ലാം നിങ്ങൾക്ക് ഉറപ്പായോ, അത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയോ എന്ന് നോക്കലാണ്. അപ്പൊ ഇനി അടുത്ത ലെസണിൽ നമ്മൾ പുതിയ പാറ്റേൺസ് നോക്കാൻ പോവാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കണം എന്നുണ്ട്. ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് ഒരു ക്ലാസ് ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതൽ ക്ലാസ്സസ് വേണമെന്ന്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ക്ലാസ് ഒരെണ്ണം മാത്രമാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആണോ? അത് പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ ടൈം കിട്ടുന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ വന്നാൽ അതാണോ നിങ്ങൾക്ക് കൂടുതൽ ഗുണപ്പെടുക? അപ്പൊ അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അതുകൂടെ ഒന്ന് കമന്റ്സിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ, ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മിക്കാൻ നിങ്ങൾ സഹായിച്ചെങ്കിൽ നിങ്ങളത് അഭിപ്രായം പറയുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ അധികം താമസിയാതെ നമുക്ക് അടുത്ത ലെസണായിട്ട് കാണാം. അതുവരെ ബൈ.